Dear students, welcome to Learner's World. In this video, I'm going to talk about Engender in Popular Cinema in Malayalam by V.C. Harris, FAOGP, Semester 5, BA English Language and Literature, Calcutta University. Summary of Engender in Popular Cinema in Malayalam. മലയാള സിനിമയിലെ ലിംഗനിർമ്മാണത്തെ കുറിച്ചിട്ടുള്ള V.C. ഹാരിസ് എഴുതിയിട്ടുള്ള ഒരു ലേഖനമാണിത്. അതായത് മലയാള സിനിമയിൽ ജെൻഡർ ഈക്വാലിറ്റി ഉണ്ടോ, ലിംഗസമത്വം നടക്കുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു വിശദമായ വിവരണം ഈ ഒരു എസ്സേയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. Engendering Popular Cinema in Malayalam is an essay by V.C. Harris. In this essay, Harris studies how women are represented in Malayalam popular cinema from the 1950s to the early 2000. മലയാളം ജനപ്രിയ സിനിമയിലെ ലിംഗനിർമ്മാണം എന്നത് V.C. ഹാരിസ് എഴുതിയിട്ടുള്ള ഒരു എസ്സേയാണ്. 1950കളിൽ നിന്ന് 2000 ആ ഒരു പീരിയഡിൻ്റെ തുടക്കം വരെ മലയാള സിനിമയിൽ സ്ത്രീകളെ എങ്ങനെ അവതരിപ്പിച്ചു എന്ന് അദ്ദേഹം ഈ ഒരു എസ്സേയിൽ പരിശോധിക്കുന്നുണ്ട്. He argues that even films considered progressive often support patriarchal values. അദ്ദേഹം പറയുന്നത് പുരോഗമനം അതായത് പ്രോഗ്രസീവാണെന്ന് കരുതപ്പെടുന്ന സിനിമകൾ പോലും പലപ്പോഴും പാട്രിയാർക്കൽ വാല്യൂസ് പുരുഷാധിപത്യ മൂല്യങ്ങളെ ശക്തിപ്പെടുത്തുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അക്കോർഡിംഗ് ടു ഹിം, സിനിമ റിഫ്ലക്ട്സ് ആൻഡ് സ്ട്രെങ്തൻസ് ദ ജെൻഡർ ഇൻഇക്വാലിറ്റീസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ സൊസൈറ്റി. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ സിനിമ സമൂഹത്തിലെ ലിംഗസമത്വങ്ങളെ പ്രതിഫലിപ്പിക്കുകയും അവയെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. Harris says that many Malayalam films show men as powerful, wise and responsible, while women are expected to be obedient, silent and self-sacrificing. അപ്പോൾ ഹാരിസിൻ്റെ അഭിപ്രായത്തിൽ മലയാള സിനിമകളിൽ പുരുഷന്മാരെ വളരെ ശക്തരായിട്ടും ബുദ്ധിമാന്മാരായിട്ടും ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ളവരായിട്ടും ചിത്രീകരിക്കുന്നുണ്ട്. എന്നാൽ സ്ത്രീകളെ വളരെ അനുസരണ ഉള്ളവളായിട്ടും വളരെ വീക്കായിട്ടും വളരെ സൈലൻ്റായിട്ടും സാക്രിഫൈസിങ് ത്യാഗശീലമുള്ളവളായിട്ടൊക്കെയാണ് അവതരിപ്പിക്കുന്നത്. ഈവൻ വെൻ women appear strong at the beginning of a film, they are usually forced to accept traditional family roles by the end. This reinforces male dominance. അതായത് നമുക്ക് കാണാൻ കഴിയും, ഈ സിനിമയുടെ തുടക്കത്തിൽ വളരെ ശക്തരായിട്ട് തോന്നുന്ന സ്ത്രീ കഥാപാത്രങ്ങൾ പോലും സിനിമയുടെ അവസാനം വരുമ്പോൾ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ആ ഒരു ട്രഡീഷണൽ റോൾസ് സ്വീകരിക്കേണ്ടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയാറുണ്ട്. He also points out that society often accepts violence against women as normal. Cinema reflects this attitude by justifying male control over women in the name of love, protection or family honor. പിന്നീട് നമുക്ക് കാണാൻ കഴിയും സിനിമകളിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളെ സമൂഹം പലപ്പോഴും ഒരു സാധാരണ കാര്യമായിട്ട് കാണുന്ന പോലെ നമുക്ക് സിനിമയിൽ കാണാൻ കഴിയും. സിനിമയും അതിനെ സ്നേഹത്തിൻ്റെയും, അതായത് സ്ത്രീകൾക്കെതിരെ നടത്തുന്ന ആക്രമണങ്ങൾ സ്നേഹത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും അതുപോലെ ഫാമിലി ഓണർ കുടുംബമാനത്തിൻ്റെയൊക്കെ പേരിൽ സ്വീകരിക്കുന്നതായിട്ട് നമുക്ക് സിനിമയിൽ കാണാൻ കഴിയുമെന്ന് V.C. ഹാരിസ് പറയുന്നുണ്ട്. നീലക്കുയിൽ. Harris discusses Neelakuil, one of the earliest important Malayalam films. The film tells the story of Neeli, a Dalit woman who is exploited by an upper caste school teacher. Although the teacher later accepts responsibility, the film does not strongly question the injustice done to Neeli. Instead, her suffering is treated as natural, making gender and caste violence almost invisible. അദ്ദേഹം നീലക്കുയിൽ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിലെ സ്ത്രീ അവതരിപ്പിച്ചിരിക്കുന്ന രീതി ഇതിൽ പറയുന്നുണ്ട്. നീലക്കുയിൽ എന്ന സിനിമയെ ഹാരിസ് ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ സിനിമയിൽ നീലി എന്ന ദളിത് യുവതി ഒരു മേൽജാതിക്കാരനായിട്ടുള്ള ഒരു ടീച്ചർ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്, ഒരു അധ്യാപകനാൽ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. പിന്നീട് അയാൾ തൻ്റെ തെറ്റ് സമ്മതിച്ചാലും നീലിയോട് നടന്ന അനീതിയെ സിനിമ ശക്തമായിട്ട് ചോദ്യം ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. പകരം അവളുടെ ദുരിതം നിറഞ്ഞിട്ടുള്ള ആ ഒരു ജീവിതം
സ്വാഭാവികമായിട്ടുള്ള ഒന്നായിട്ട് സിനിമ അവതരിപ്പിക്കപ്പെടുന്നു. ഇതിലൂടെ ജാതിയുടെയും അതുപോലെ ജെൻഡറിൻ്റെയും പേരിലുള്ള അതിക്രമങ്ങൾ അദൃശ്യവൽക്കരിക്കപ്പെടുകയാണ് സിനിമയിൽ ചെയ്യുന്നത് എന്നാണ് ഹാരിസ് പറയുന്നത്. The essay also examines Chemin. The heroine Kartama is controlled by social customs, the ideas of female purity and caste restrictions. A tragedy is presented as fate rather than as a result of an unfair society. Harris argues that the film celebrates sacrifice instead of cautioning the oppression of women. അതുപോലെ തന്നെ ചെമ്മീനിലെ അവസ്ഥയും ഹാരിസ് ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട്. ചെമ്മീൻ എന്ന സിനിമയും ഹാരിസ് വിശകലനം ചെയ്യുന്നു. നായികയായിട്ടുള്ള കർത്തമ സമൂഹത്തിൻ്റെ ആചാരങ്ങൾ, സ്ത്രീശുദ്ധിയെക്കുറിച്ചിട്ടുള്ള വിശ്വാസങ്ങൾ, ജാതി നിയന്ത്രണങ്ങൾ എന്നിവയുടെ ഇരയാകുന്നുണ്ട്. അവളുടെ ദുരന്തത്തെ സാമൂഹിക അനീതിയുടെ ഫലമായി കാണാതെ വിധിയാണ്, എല്ലാം വിധിയാണെന്ന് സിനിമ അവതരിപ്പിക്കുന്നുണ്ട്. ആ ഒരു വിധിയാണെന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതിനാൽ സ്ത്രീ പീഡനത്തെ ചോദ്യം ചെയ്യുന്നതിന് പകരം ത്യാഗത്തെ മഹത്വവൽക്കരിക്കുകയാണ് ചെമ്മീൻ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ചെയ്യുന്നത് എന്ന് ഹാരിസ് പറയുന്നു. Many Malayalam films from the 1960s and 1970s present women as patient, emotional and self-sacrificing. അതായത് 1960-70 കാലഘട്ടത്തിലെ നിരവധി മലയാള സിനിമകളിൽ സ്ത്രീകളെ ക്ഷമയുള്ളവരും അതുപോലെ ഇമോഷണലായിട്ടുള്ള സാക്രിഫൈസിങ് ആയിട്ടുള്ളവളായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. ആക്ട്രസസ് ലൈക്ക് ശാരദ ബിക്കെയിം ഫേമസ് ഫോർ പ്ലേയിങ് സച്ച് റോൾസ്. ശാരദ പോലുള്ള നടിമാരൊക്കെ ഇത്തരം കഥാപാത്രങ്ങളിലൂടെ വളരെ പ്രശസ്തരായിട്ടുണ്ട്. ഹാരിസ് സെയ്സ് ദീസ് ഫിലിംസ് എൻകറേജ്ഡ് ദ ഐഡിയ ദാറ്റ് എ ഗുഡ് വുമൺ സൈലൻ്റ്ലി ആക്സെപ്റ്റ് സഫറിങ് ഫോർ ഹെർ ഫാമിലി. അപ്പോൾ ഇതിൽ ഹാരിസ് പറയുന്നുണ്ട്, ഒരു നല്ല സ്ത്രീ കുടുംബത്തിന് വേണ്ടി മിണ്ടാതെ എല്ലാം സഹിക്കണമെന്ന ആശയം ഈ സിനിമകൾ പ്രചരിപ്പിച്ചിട്ടുണ്ട് എന്ന് ഹാരിസ് പറയുന്നു. അക്കോർഡിംഗ് ടു ഹാരിസ്, many films by director ഫാസിൽ focus on protecting the family. സംവിധായകൻ ഫാസിൽ ഒരുക്കിയിട്ടുള്ള പല സിനിമകളും കുടുംബത്തെ സംരക്ഷിക്കുന്നതിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പ്രോബ്ലംസ് ഇൻ ദ ഫാമിലി ആർ സോൾവ്ഡ് ബൈ റിസ്റ്റോറിങ് ട്രഡീഷണൽ വാല്യൂസ് റാദർ ദാൻ ചലഞ്ചിങ് പാട്രിയാർക്കി. അതായത് കുടുംബത്തിലെ പ്രശ്നങ്ങൾ പുരുഷാധിപത്യത്തെ ചോദ്യം ചെയ്യാതെ പരമ്പരാഗത കുടുംബ മൂല്യങ്ങൾ പുനഃസ്ഥാപിച്ചാണ് പരിഹരിക്കുന്നത്. Mothers are shown as symbols of love and sacrifice, while fathers remain the main authority. Thus, the family becomes a place where traditional gender roles are preserved. അമ്മ എന്ന് പറയുന്നത് ഒരു സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പ്രതീകമായിട്ടും അച്ഛൻ എന്ന് പറയുന്നത് കുടുംബത്തിലെ അതോറിറ്റിൻ്റെ ഒരു പ്രതീകമായിട്ടൊക്കെയാണ് കൂടുതലായിട്ടും ഫാസിലിൻ്റെ സിനിമകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. During the 1990s, Malayalam cinema introduced powerful action heroes played by stars like Mammootty, Mohanlal and Suresh Gopi. 1990-കളിൽ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി തുടങ്ങിയിട്ടുള്ള താരങ്ങളെ കേന്ദ്രീകരിച്ച് ശക്തരായിട്ടുള്ള ആക്ഷൻ നായകർ എന്ന മലയാള സിനിമയിൽ ആ ഒരു പ്രതീകം ഉയർന്നു വന്നു എന്നാണ് പറയുന്നത്. These heroes fight villains and save society while women are given only supporting roles. അപ്പോൾ ഈ ഹീറോസ്, ഈ ഒരു ആക്ഷൻ ഹീറോസ് സമൂഹത്തെ രക്ഷിക്കുന്ന നായകരായിട്ട് ചിത്രീകരിക്കപ്പെടുമ്പോൾ അവിടുത്തെ സ്ത്രീ കഥാപാത്രങ്ങൾ ഒരു സപ്പോർട്ടിംഗ് റോൾ മാത്രമേ അവർക്ക് കിട്ടുന്നുള്ളൂ. ഈവൻ എഡ്യൂക്കേറ്റഡ് വുമൺ സച്ച് എസ് പോലീസ് ഓഫീസേഴ്സ് ഓർ ലോയേഴ്സ് ഇവൻച്വലി ഡിപ്പെൻഡ് ഓൺ ദ മെയിൽ ഹീറോ. ദിസ് സ്ട്രെങ്തൻസ് ദ ഇമേജ് ഓഫ് മെയിൽ സുപ്പീരിയോറിറ്റി. അതായത് ഈ ഒരു സ്ത്രീ കഥാപാത്രങ്ങൾ ഒരുപക്ഷെ വിദ്യാഭ്യാസവും ജോലിയൊക്കെ ഉള്ള സ്ത്രീകൾ പോലും അവസാനം നായകനെ ആശ്രയിക്കുന്നവരായി മാറുന്ന ഒരു സ്ഥിതിയാണ് കാണാൻ കഴിയുന്നത്. ഇത് പുരുഷൻ്റെ മേൽക്കോയ്മയെ പാട്രിയാർക്കിനെ ശക്തിപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത്. Harris accepts that actresses like Manju Warrier brought more confidence and energy to female characters. മഞ്ജു വാര്യർ പോലുള്ള നടിമാരെ ആത്മവിശ്വാസമുള്ള സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചതായിട്ട് ഹാരിസ് പറയുന്നുണ്ട്. However, he argues that these women still return to traditional roles of wife and mother by the end of the story. Their independence is therefore limited.
അങ്ങനെ വലിയ ശക്തരായിട്ടുള്ള നടിമാരായിട്ട് അഭിനയിച്ച ഒരുപാട് നടിമാരുണ്ട്. എന്നാലും അത് ആ സിനിമയുടെ തുടക്കത്തിലെ ആ ശക്തരായിട്ടുള്ള നടിമാരെ, സ്ത്രീ കഥാപാത്രങ്ങളെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഈ സിനിമയുടെ അവസാനം വരുമ്പോൾ ഈ ശക്തരായിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ അവർ ഭാര്യയുടെയും അമ്മയുടെയും പരമ്പരാഗത വേഷങ്ങളിലേക്ക് മടങ്ങുന്നതായിട്ട് അദ്ദേഹം കാണിക്കുന്നുണ്ട്. അതിനാൽ അവരുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. ദെയർ ഇൻഡിപെൻഡൻസ് ഈസ് ദ ഫുൾ ലിമിറ്റഡ്. The essay also criticizes Malayalam cinema's idea of beauty. For fair skin is often presented as the ideal, while dark-skinned women and lower-caste women are ignored or stereotyped. Harris believes this beauty standard comes from colonial influence and caste-based ideas, not from reality. അതോടൊപ്പം തന്നെ മലയാള സിനിമയിലെ സൗന്ദര്യ സങ്കല്പത്തെയും ഹാരിസ് വിമർശിക്കുന്നുണ്ട്. വെളുത്ത നിറത്തെ സൗന്ദര്യത്തിൻ്റെ മാനദണ്ഡമായിട്ട് മലയാള സിനിമ അവതരിപ്പിക്കുന്നുണ്ട്. ഇരുണ്ട നിറമുള്ളവരെ അതുപോലെ താഴ്ന്ന ജാതിക്കാരായിട്ടുള്ള സ്ത്രീകളെയും മലയാള സിനിമ അവഗണിക്കുകയോ തെറ്റായി ചിത്രീകരിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. ചില കറുപ്പിനെയൊക്കെ കളിയാക്കുന്ന രീതിയിലൊക്കെ മലയാള സിനിമ അവതരിപ്പിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഈ ഒരു സൗന്ദര്യ സങ്കല്പം കോളനിവൽക്കരണത്തിൻ്റെയും ജാതി വ്യവസ്ഥയുടെയും ഒക്കെ സ്വാധീനമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. Harris explained that film music helped create a shared public culture in Kerala by bringing together different musical traditions. However, he also says that cinema and its songs mainly represent the values of dominant caste and the middle class, while the voice of marginalized communities remain unheard. കേരളത്തിലെ വിവിധ സംഗീത പാരമ്പര്യങ്ങളെ ഒരുമിപ്പിച്ച് പൊതു സാംസ്കാരിക അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ ചലച്ചിത്ര സംഗീതത്തിന് വലിയ പങ്കുണ്ടെന്ന് ഹാരിസ് പറയുന്നു. എന്നാൽ സിനിമയും അതിലെ ഗാനങ്ങളും പ്രധാനമായും മേൽജാതികളുടെയും മധ്യവർഗത്തിൻ്റെയും മൂല്യങ്ങളെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിനാൽ സമൂഹത്തിലെ അവഗണിക്കപ്പെട്ട വിഭാഗങ്ങളുടെ ശബ്ദങ്ങൾ പലപ്പോഴും കേൾക്കപ്പെടുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു എസ്സേനെ കൺക്ലൂഡ് ചെയ്യാം. VC Harris concludes that Malayalam popular cinema is not just entertainment. It shapes people's attitude towards gender, family, caste and beauty. Although some films appear modern and progressive, they often continue to support patriarchal values. Harris calls for films that represent women as equal individuals and caution social inequalities instead of reinforcing them. VC ഹാരിസിൻ്റെ അഭിപ്രായത്തിൽ മലയാള സിനിമ വെറും ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല, അത് സമൂഹത്തിൻ്റെ ജെൻഡർ, ഫാമിലി, അതുപോലെ കാസ്റ്റ്, ബ്യൂട്ടി എന്നിവയെക്കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടുകളെ രൂപപ്പെടുത്തുന്നുണ്ട്. അതായത് പ്രോഗ്രസീവാണെന്ന് തോന്നുന്ന സിനിമകൾ പോലും പലപ്പോഴും പാട്രിയാർക്കിനെ, പുരുഷാധിപത്യത്തെ പിന്തുണക്കുന്നു. സ്ത്രീകളെ തുല്യ വ്യക്തികളായി അവതരിപ്പിക്കുകയും സാമൂഹിക അസമത്വങ്ങൾ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന സിനിമകളാണ് സമൂഹത്തിന് ആവശ്യമെന്ന് VC ഹാരിസ് ഉപസംഹരിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.